നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 65 വയസ്സുള്ള കർഷകൻ. അദ്ദേഹം വളരെ അടുത്ത കാലം വരെ സ്വന്തം കൃഷിയിടത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സർക്കാരിൻ്റെ ആദരവൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. മികച്ച കർഷകനുള്ള ഒരുപാട് നല്ല രീതിയിലുള്ള പരീക്ഷണങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ സ്വന്തം 4 മക്കളെയും പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കി മാറ്റി നല്ല രീതിയിൽ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഏതാണ്ട് 1 കൊല്ലം മുൻപ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. വളരെ ശാന്ത സ്വഭാവം ഉണ്ടായിരുന്ന ഇദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് വ്യക്തമല്ല. പണ്ടൊക്കെ വളരെ ശാന്തതയോടെയും സഹിഷ്ണുതയോടെയും കൈകാര്യം ചെയ്തിരുന്ന അത്തരം സന്ദർഭങ്ങളിലാണ് ഇദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം വരുന്നു. അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. അതായത് ഇപ്പോൾ പൈസ അത് എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെച്ചു, എന്നിട്ട് അത് എവിടെയാണ് വെച്ചതെന്ന് പെട്ടെന്ന് ഓർമ്മ വരാത്തൊരു സാഹചര്യം വരുന്നു. ഈ രീതിയിലുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു. കുടുംബത്തിൽ മറവി രോഗത്തിൻ്റെ ചരിത്രമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മറവി രോഗം വന്ന് അൽസൈമേഴ്സ് ബാധിച്ചാണ് മരിച്ചത്. സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിൽ ഇത്തരം ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചില സാധ്യതകൾ മനസ്സിൽ തോന്നിയിട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. പക്ഷേ തലയുടെ സ്കാൻ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തിയതിലും ഒരു മറവി രോഗത്തിൻ്റേതായ സൂചനകളൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഇദ്ദേഹത്തിന് സാധാരണ അദ്ദേഹം കാണിക്കാത്ത തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഈ മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന അവസ്ഥ, അതിൻ്റെ കുടുംബ പാരമ്പര്യമൊക്കെ ഉള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ മറവി രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ചില പ്രാരംഭ സൂചനകൾ നമുക്ക് ലഭിച്ചേക്കാം. അതൊരുപക്ഷെ നേരിയ തോതിലുള്ള ചില മറവി ലക്ഷണങ്ങൾ, അതൊരു മറവി രോഗമെന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷേ സാധാരണയിൽ കൂടുതലായിട്ട് മറന്നു പോകുന്നു, സാധനങ്ങൾ വെച്ച് മറന്നു പോകുന്നു, ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കുറയുന്നു. ഇങ്ങനത്തെ ചില അവ്യക്തമായ ചില ലക്ഷണങ്ങൾ പ്രകടമാകാം. ഇതിനെ മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ MCI എന്ന് പറയാറുണ്ട്. ചില വ്യക്തികളിൽ ഈ MCI എന്ന് പറയുന്ന മൈൽഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് വരുന്നതിനും വളരെ കാലങ്ങൾക്ക് മുൻപ്, മാസങ്ങളോ വർഷങ്ങൾക്കോ മുമ്പ് തന്നെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ വരും. അത് ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യമായിട്ടായിരിക്കാം, സങ്കടമായിട്ടായിരിക്കാം, ഇതുവരെ പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള ടെൻഷൻ ലക്ഷണങ്ങളായിട്ടായിരിക്കാം, ആൾക്കാരുടെ ഇടപെടാനുള്ള വിമുഖതയായിട്ടായിരിക്കാം, ചെയ്ത കാര്യം ശരിയായിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ രൂപത്തിലായിരിക്കാം, പല രൂപത്തിൽ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു അവസ്ഥയെ മൈൽഡ് ബിഹേവിയറൽ ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ MBI എന്ന് പറയാറുണ്ട്. ശരിക്കും മറവി രോഗത്തിന് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ച് പ്രശസ്ത വൈദ്യശാസ്ത്ര ഗവേഷണ ജേണലായ ലാൻസെറ്റ് ഒരു പഠനം 2024 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലാൻസെറ്റ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയും. ഈ ലാൻസെറ്റ് കമ്മീഷൻ റിപ്പോർട്ട് 14 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഈ 14 കാര്യങ്ങൾ നമുക്ക് മറവി രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന 14 കാര്യങ്ങളാണ്. ഈ 14 കാര്യങ്ങളും കൂടെ ചേർത്ത് മറവി രോഗത്തിൻ്റെ സാധ്യത 45% വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 55% എന്ന് പറഞ്ഞാൽ ജനിതകവും പാരമ്പര്യവുമായ ഘടകങ്ങളാണ്, നമുക്ക് മാറ്റാനോ സ്വാധീനിക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഈ 14 ഘടകങ്ങൾ, ഈ 45% ഈ മറവി രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അതിനെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ മറവി രോഗ സാധ്യത കുറയ്ക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ സാധ്യതകൾ, ഈ മറവി രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഓരോ പ്രായത്തിനനുസരിച്ചൊന്ന് പറയാം. ഒന്ന്, കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത ഭാവിയിൽ മറവി രോഗം കൂട്ടാം. അപ്പോൾ കൂടുതൽ നന്നായി പഠിക്കുക, കൂടുതൽ വായിക്കുക, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, ഇത് ഭാവിയിൽ മറവി രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായേക്കാം. ഇനി നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ മധ്യവയസ്സിൽ മറവി രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരു 10ഓളം ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ LDL കൊളസ്ട്രോൾ, അതിൻ്റെ അളവിലെ വ്യത്യാസമാണ്. LDL കൊളസ്ട്രോൾ ഒരുപാട് കൂടിയ വ്യക്തികളിൽ ഭാവിയിൽ മറവി രോഗ സാധ്യത കൂടാം. അതുപോലെ തലച്ചോറിന് പരിക്കേറ്റ വ്യക്തികളിൽ, വിഷാദരോഗം വന്നിട്ടുള്ള വ്യക്തികളിൽ, അതുപോലെ ഈ മധ്യവയസ്സിൽ കേൾവിക്കുറവ് വരുന്ന വ്യക്തികളിൽ, അതുപോലെ പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങൾ, അമിത മാനസിക സമ്മർദ്ദം, അമിതവണ്ണം, ഈ ഘടകങ്ങളൊക്കെ മധ്യവയസ്സിലുണ്ടെങ്കിൽ ഭാവിയിൽ മറവി രോഗത്തിനുള്ള സാധ്യത കൂടുന്നു. ഇനി വാർദ്ധക്യത്തിലെത്തിയ ശേഷവും 3 കാര്യങ്ങൾ മറവി രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, വാർദ്ധക്യത്തിലെ കാഴ്ചക്കുറവാണ്. കാഴ്ച പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി ചികിത്സ തേടേണ്ടതുണ്ട്. 2, അന്തരീക്ഷ മലിനീകരണമാണ്, എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ.
മലിനമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ മറവിരോഗ സാധ്യത കൂടും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തികളിൽ മറവിരോഗ സാധ്യത കൂടുന്നു. അതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിൽ ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ, ബന്ധുക്കളുമായോ അടുത്ത തലമുറയുമായോ സുഹൃത്തുക്കളുമായോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആരോഗ്യകരമായ ബന്ധങ്ങൾ സൂക്ഷിച്ചാൽ ഭാവിയിൽ മറവിരോഗത്തെ വലിയൊരളവ് പ്രതിരോധിക്കാൻ സാധിക്കും. നമസ്കാരം.